Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് ജനുവരി 3-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രമല്ല, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലും വരുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ് ആണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ വീഡിയോസ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 280 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, M.Com തേർഡ് സെമസ്റ്ററിൽ നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇൻകം ടാക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ദെൻ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, 3 സബ്ജക്ട്സിന്റെയും വീഡിയോ ക്ലാസിന്റെ റെക്കോർഡ് ഇടും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതിനുശേഷം നമ്മൾ 4th സെമസ്റ്റർ ആരംഭിക്കുന്നതാണ്. അതിനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. നിങ്ങൾ നിർബന്ധമായും ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളത് പഠിച്ചിരിക്കണം. നമുക്ക് കൺസെപ്റ്റ് ചോദിക്കാറുണ്ട്, വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. വളരെ ഈസിയാണ്. മൂവിങ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെയിം ചാപ്റ്ററിൽ തന്നെ വരുന്നതാണ്. ദി കൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണിയുടെ കൺസെപ്റ്റ് എന്താന്നുള്ളത് ചോദിക്കാറുണ്ട്. നോക്കിക്കോളൂ കേട്ടോ, വളരെ ഈസി അല്ലേ. എന്താണ് ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ളതാണ്. ഇനി സെയിം ചാപ്റ്ററിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ദി കൺസെപ്റ്റ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ, അതുപോലെ തന്നെ വാല്യൂ മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. മോസ്റ്റ്ലി ഇത് 3 വെയിറ്റേജിൻ്റെയിലാണ് കണ്ടുവരാറ്, ഈ പറയുന്ന വെൽത്തും പ്രോഫിറ്റും തമ്മിലുള്ളൊരു റിലേഷൻ ചോദിച്ചിട്ട്. അതല്ലാണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളത് നിർബന്ധമായും പഠിച്ചിരിക്കണം. വെൽത്ത് മാക്സിമൈസേഷൻ കൺസെപ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതുപോലെ തന്നെ വാല്യൂ മാക്സിമൈസേഷൻ. അപ്പോൾ വെൽത്ത് മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ, 3ഉം എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് ഓഫ്, ഫോർത്ത് കേട്ടോ, നമ്പർ ഇട്ടില്ല, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കേട്ടോ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. അതുപോലെ തന്നെ നമുക്കതിൽ നിന്ന് പ്രതീക്ഷിക്കാം ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ്, ഇതൊക്കെ എന്താണെന്ന് പഠിക്കണം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താന്നുള്ളത് നോക്കണം. ആ സെയിം ചാപ്റ്ററിൽ തന്നെ നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ ഉണ്ട്, CAPM. അത് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. നിങ്ങൾ നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. CAPM എന്താണ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. ഓക്കെ, അതാണ് മറ്റൊരു ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള മറ്റൊരു ചോദ്യമാണ് ലോഗ് ബോക്സ് സിസ്റ്റം എന്താണ്. ലോഗ് ബോക്സ് സിസ്റ്റം നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7, ഇന്നോവേറ്റീവ് സോഴ്സസ് ഓഫ് ഫിനാൻസ് ഉണ്ട്. അതിലെ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യവും വരാറുള്ളതാണ്. അതിൽ ഏറ്റവും നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് സെക്യൂരിറ്റൈസേഷൻ എന്താന്നുള്ളതാണ്. സോ സെക്യൂരിറ്റൈസേഷൻ അത് മാത്രം നോക്കിയാൽ പോരാ. ഇന്നോവേറ്റീവ് സോഴ്സസ് ഓഫ് ഫിനാൻസിൽ നമുക്ക് പിന്നെ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് അത് നോക്കണം. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് സോഴ്സസ് ഓഫ് ഫിനാൻസിങ്ങിൽ ലീസിംഗ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലീസ്. അപ്പോൾ അത് നോക്കണം. ലീസിംഗ് അതിൽ ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് ലീസ്, ഫിനാൻഷ്യൽ ലീസ്, അതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ചോദിക്കുക, അതും നോക്കിയിരിക്കണം. പിന്നെ ഫാക്ടറിങ്. അപ്പോൾ ഇന്നോവേറ്റീവ് സോഴ്സസ് ഓഫ് ഫിനാൻസിൽ ഈ 4 കാര്യങ്ങളാണ് ഉള്ളത്. ഇതിൽ ഏതെങ്കിലും 1ഓ 2ഓ വരാറുണ്ട്. സെക്യൂരിറ്റൈസേഷൻ റിപ്പീറ്റ് ആണ്, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് റിപ്പീറ്റ് ആണ്, ലീസിങ് വരാം, ഫാക്ടറിങ് വരാം. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഡിവിഡൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള
എന്താണ് ഏരിയയിൽ നിന്നാണ്. എല്ലാ പ്രാവശ്യം ഒരു ചോദ്യം വരാറുള്ളതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് നിങ്ങൾ നോക്കിയിരിക്കണം. ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരാറ് സ്ക്രിപ്പാണ്. സ്ക്രിപ്പ് ഡിവിഡൻഡ്, സ്റ്റോക്ക് ഡിവിഡൻഡ്, ഇതൊക്കെ എന്താണ് സ്റ്റോക്ക് ഡിവിഡൻഡ്. പിന്നെ പ്രോപ്പർട്ടി ഡിവിഡൻഡ് ഉണ്ട്, ക്യാഷ് ഡിവിഡൻഡ് ഉണ്ട്, ഇൻറ്ററിം ഡിവിഡൻഡ് ഉണ്ട്. അതൊക്കെ നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരാറ് ഈ പറയുന്ന സ്ക്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ നോക്കണം ഡിവിഡൻഡ് പോളിസി. ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറയാം ഡിവിഡൻഡ് പോളിസി എന്താണെന്ന്. ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഇതൊക്കെ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ സംഭവം എന്താന്നുള്ളത് ചോദിക്കും കേട്ടോ. എത്ര നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, എത്ര റീറ്റെയിൻ ചെയ്യണം, ഇതാണ് സംഭവം. ഓക്കെ, സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ഇനി നെക്സ്റ്റ്, ക്യാപിറ്റലൈസേഷൻ എന്താണ്? ക്യാപിറ്റലൈസേഷൻ എന്താണ്? അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്താണ്? അണ്ടറോ അതല്ലെങ്കിൽ ഓവറോ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണോ വരാം. അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓർ ഓവർ ക്യാപിറ്റലൈസേഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ലിവറേജ്. ലിവറേജിൽ 3 ലിവറേജിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കാം. സോ മേ ബി ഓപ്പറേറ്റിംഗ് ലിവറേജ് ആവാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് ആവാം, അതല്ലെങ്കിൽ കമ്പൈൻഡ് ലിവറേജ് ആവാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. ലിവറേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ 3 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഏരിയയിൽ നിന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണ്? അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? അതിൽ ചിലപ്പോൾ നമുക്ക് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത് ചോദിക്കാം. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ. ഇനി നെക്സ്റ്റ് EBIT EPS, അതിൽ നിന്ന് EBIT EPSൻ്റെ അനാലിസിസ് ഉണ്ട്. അതിൽ ഇൻഡിഫറൻസ് പോയിന്റ് എന്താണ്? ദെൻ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത് EBIT എന്താണ്, EPS എന്താണെന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ നോക്കി വയ്ക്കുക കേട്ടോ. EBIT കൺസെപ്റ്റ്, EBIT എന്താണ്, അതുപോലെ തന്നെ EPS എന്താണ്. ഓക്കെ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ഇൻഡിഫറൻസ് പോയിന്റ്, EBIT EPS കൺസെപ്റ്റ് കേട്ടോ. ഇനി നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ അതിൻ്റെ കൺസെപ്റ്റ് നോക്കി വയ്ക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്താണെന്നുള്ള ചോദ്യം. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലൈഫ് സൈക്കിൾ എന്ന് പറയില്ലേ, അല്ലെങ്കിൽ നമുക്കത് പറയാം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ഓക്കെ, നോക്കിയിരിക്കണം നിർബന്ധമായും. പിന്നെ ആ ചാപ്റ്ററിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് EOQ എന്താണ്, അതുപോലെ തന്നെ നമുക്ക് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്താണ്, ഇതൊക്കെ നോക്കി വയ്ക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താണ് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. അഡീഷണൽ ആയിട്ട് ഒരെണ്ണം കൂടി തരാണ്. എക്സ്പ്ലിസിറ്റ് ഉണ്ട്, ഇംപ്ലിസിറ്റ് ഉണ്ട് കേട്ടോ, നോക്കുക. ഇനി ഒരു സജഷനും കൂടി തരാം. അത് നമുക്ക് ചില സമയത്ത് ഡിസിഷൻസ് വരുന്നതിൽ ഡിസിഷൻസിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താണ്? അതല്ലെങ്കിൽ ഫിനാൻസിങ് ഡിസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിഷൻ എന്താണ്?
ഫിനാൻഷ്യൽ ഡിസിഷൻ എന്താണ്, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ്, ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ്, ഇങ്ങനെയും ചിലപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്, അത് ചിലപ്പോൾ അങ്ങനെയും എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടു വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എംകോമിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് നോക്കുക, ടൈം വാല്യൂ ഓഫ് മണി, then wealth maximization, profit maximization, value maximization, then marginal cost of capital, weighted average cost of capital. ആ ചാപ്റ്ററിൽ എന്താ ഓരോ ടോപ്പിക്കുകൾ, കോസ്റ്റ് ഓഫ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ഇതൊക്കെ നോക്കുക. ദെൻ CAPM, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, ലോക്ക് ബോക്സ് സിസ്റ്റം എന്താണ്, സെക്യൂരിറ്റൈസേഷൻ എന്താണ്, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്, ലീസിംഗ്, ഫാക്ടറിംഗ്, ദെൻ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ക്യാപിറ്റലൈസേഷൻ, അതിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ, ഓവർ ക്യാപിറ്റലൈസേഷൻ, ലിവറേജിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, അതിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണ്, പിന്നെ ഒപ്റ്റിമൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, പിന്നെ ഇൻഡിഫറൻസ് പോയിന്റ് എന്താണ്, EBIT EPS കൺസെപ്റ്റ് നോക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, EOQ, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, എക്സ്പ്ലിസിറ്റ് ഉണ്ട്, ഇംപ്ലിസിറ്റ് ഉണ്ട്, ഈ 3 ഡിസിഷൻസ് എന്താണ്. ഈ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഞാനൊന്ന് ചെറുതാക്കി തരാണെങ്കിൽ ഇതാണ് ആദ്യത്തെ ഒരു 14 ചോദ്യങ്ങൾ. ഓക്കെ, വലുതാക്കി തരാണെങ്കിൽ ഫസ്റ്റ് ഒരു 8-9 ചോദ്യം ഇതാണ്, 8 ചോദ്യം ഇതാണ്, പിന്നെ വരുന്നത് ഇതാണ്, പിന്നെ അഡീഷണൽ ആയിട്ടുള്ള 2 സജഷൻസും കൂടി തന്നിട്ടുണ്ട്. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമ്മൾ പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന റിപ്പീറ്റ് ചോദ്യങ്ങളുടെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.